മാതാവിൻ്റെ ഒരു തെളിവ് എൻ്റെ മാതാവ് ആദ്യം സുഗന്ധാഭിഷേകത്തിലൂടെ എന്നെ അറിയിച്ചെങ്കിലും എനിക്ക് ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവ് എന്നോട് നേരിട്ട് ഒന്ന് ഇടപെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പം ഞാൻ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരുനാളിൻ്റെ ആ അടുത്ത ദിവസങ്ങളിൽ തിരുഹൃദയത്തിലെ അഗ്നി കത്തുന്നത് പോലെ ആ മെഴുകുതിരിയിൽ വന്നിരുന്നു. പിന്നെ വിമല ഹൃദയ തിരുനാളിൻ്റെ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു മെഴുകുതിരിയുടെ പീസ് ഉരുകി വീഴാതെ അതിങ്ങനെ തെറിച്ച് വീണു. അതിൽ നോക്കുമ്പോൾ അത് ഹാർട്ടിൻ്റെ ഷേപ്പായിരുന്നു. ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഡെസ്മണ്ട് ജെ തരകൻ. ഞാൻ കറുകുറ്റി സെൻറ്റ് സേവേഴ്സ് ഫോറൈൻ ചർച്ചിൽ നിന്നാണ് വരുന്നത്. 2024 സെപ്റ്റംബർ 22 എൻ്റെ മകൻ ICUവിലായി ക്രിട്ടിക്കലായിരിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കളും അയൽവക്കക്കാരും പറഞ്ഞതനുസരിച്ചാണ് കൃപാസനത്തിൽ ഞാൻ വരുന്നത്. അതിനുശേഷം മകന് ICUവിൽ നിന്ന് പിന്നെ സൗഖ്യം ലഭിക്കുകയും ചെയ്തു. പണ്ട് മുതലേ കൃപാസനത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും പലരും അത് നിനക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയെങ്കിലും ദൈവം എന്നെ ഇതിലൂടെ കൃപാസനത്തിൽ എത്തിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടി ചെയ്തതിന് ശേഷം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടാവുകയും അതെന്നെ വളരെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. പിന്നീട് വീട്ടിലെത്തിയപ്പോൾ മുതൽ തൈലം പുരട്ടി എൻ്റെ മുട്ടിന് ലിഗമെൻ്റ് കംപ്ലീറ്റ് ടയറായിരുന്നു. അപ്പോൾ തൈലം പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഒരു സർജറി ഉടനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 2 ആഴ്ച ഗ്യാപ്പ് എടുത്തു. തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം MRI ചെയ്തപ്പോൾ കുറച്ച് പാർഷ്യൽ ടയറായിട്ട് അത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ സർജറി ചെയ്തിട്ടില്ല. പിന്നെ പലപ്പോഴും ഒരു പ്രാവശ്യം ഒരു ഫയർ വർക്ക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കാലിൻ്റെ മുട്ട് വീണ്ടും ഒരു സബ്ലക്സേഷൻ പോലെ വരികയും മുട്ട് മടങ്ങി നിവർത്താൻ പറ്റാത്ത അവസ്ഥയിലാവുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ഭയങ്കര വേദന വന്ന കട്ടിൽ കിടന്ന സമയത്ത് തൈലം പുരട്ടാനായിട്ടുള്ള തോന്നലുണ്ടാവുകയും തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ മാതാവ് തന്നെ എന്നോട് കമിഴ്ന്ന് കിടക്കാനും കാല് മടക്കാനായിട്ട് ഫ്ലക്ഷൻ ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ തന്നെ ഒരു ഒച്ചയോടുകൂടി ആ കാല് ശരിയാവുകയും ആ വേദന അപ്പം തന്നെ മാറുകയും ചെയ്തു. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ ഉണ്ടായപ്പോൾ പിന്നെ ആദ്യം അമ്മ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അമ്മ പഠിപ്പിച്ച് തന്നതായിട്ടാണ്. ഞാൻ ENT ആണ്. അപ്പോൾ എനിക്ക് ഓർത്തോയുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. അമ്മ പഠിപ്പിച്ച് തന്ന ടെക്നിക്ക് ഉപയോഗിച്ച് പിന്നെയും എനിക്ക് കാല് ആ ഒരു രീതിയിൽ മടക്കുകയും നിവർത്തുകയും ചെയ്തപ്പോൾ അത് വീണ്ടും ശരിയായി കിട്ടി. പിന്നീട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എപ്പോഴും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം രാവിലെയും വൈകിട്ടും തിരിതെളിച്ചുള്ള പ്രാർത്ഥനയും അതിനുശേഷം രാത്രി കിടക്കുന്നതിന് മുമ്പ് എല്ലാ മക്കളുടെയും ഭാര്യയുടെയും അപ്പൻ്റെയും അമ്മയുടെയൊക്കെ നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരച്ചിട്ടാണ് ഞങ്ങൾ കിടക്കാറുള്ളത്. രണ്ടാമത് എനിക്ക് പെട്ടെന്ന് ഒരു ഭയങ്കരമായിട്ടുള്ള വയറുവേദനയും ഒരു പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകണം എന്നുള്ളൊരു അതും വന്നു. ആദ്യമൊക്കെ ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് മരുന്ന് തേടി പോവുകയായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം തൈലം പുരട്ടി കുറച്ച് നേരം പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായിട്ട് അപ്പം തന്നെ അത് മാറി. പിന്നെ അതുപോലെ ഞങ്ങൾ കട്ടിൽ കിടക്കുന്ന പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ടാണ് അപ്പോൾ കിടക്കുന്നത്. അപ്പോൾ പ്രാണികളുടെ ശല്യം വരാറുണ്ട്. അപ്പോൾ അതും ഞങ്ങൾ ലൈറ്റ് ഓഫാക്കിയിട്ട് മാറാണ്ടായി. ഇപ്പോൾ തൈലം തേച്ച് പുരട്ടിയപ്പോൾ അപ്പം തന്നെ ആ ചൊറിച്ചിൽ അല്ലെങ്കിൽ മേത്ത് ചൊറിച്ചിലായി മാറുന്ന പെട്ടെന്ന് മാറുകയും പിന്നീട് ആ രാത്രി അങ്ങനെ പ്രശ്നം ഉണ്ടാവുകയും പ്രശ്നമില്ലാതിരിക്കുകയും ചെയ്തു. അതുപോലെ ജോലി സ്ഥലത്ത് എല്ലാവർക്കും അറിയാം, എല്ലാ ജോലിക്കും എല്ലാവർക്കും നല്ല സമ്മർദ്ദമുള്ള അവസരമാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് തൈലം ആദ്യം തന്നെ ടേബിളിൽ ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ജോലി തുടങ്ങാറ്. അതുകൊണ്ട് വളരെ നയപരമായിട്ടും സമ്മർദ്ദമില്ലാതെയും ജോലി തീർക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ രോഗികളുടെ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലായാലും 12 പ്രൊസീജിയേഴ്സൊക്കെ ഉള്ള സമയത്ത് ഞാൻ പിന്നെ ഉപ്പ് അവിടെ വിതറി വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ആരോ എന്നെ വേഗത്തിൽ ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നതായിട്ട് തോന്നുകയും 12 വളരെ സമയ ചുരുക്കത്തിൽ ആ ഇതെല്ലാം ചെയ്ത് തീർക്കാനും അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച കാര്യങ്ങൾ പോലും ഓർത്തെടുത്ത് വളരെ പെട്ടെന്ന് സർജറി ചെയ്യാനും അതുപോലെ രോഗികൾക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോൾ ധൈര്യത്തോടുകൂടി നേരിടാനും എന്നെ മാതാവ് സഹായിച്ചു. ഞാൻ മാതാവിൻ്റെ ഒരു തെളിവ് എൻ്റെ മാതാവ് ആദ്യം സുഗന്ധാഭിഷേകത്തിലൂടെ എന്നെ അറിയിച്ചെങ്കിലും എനിക്ക് ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവ് എന്നോട് നേരിട്ട് ഒന്ന് ഇടപെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പം ഞാൻ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരുനാളിൻ്റെ ആ അടുത്ത ദിവസങ്ങളിൽ തിരുഹൃദയത്തിലെ അഗ്നി കത്തുന്നത് പോലെ ആ മെഴുകുതിരിയിൽ വന്നിരുന്നു. പിന്നെ
അങ്ങനെ വിമല ഹൃദയ തിരുനാളിൻ്റെ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു മെഴുകുതിരിയുടെ പീസ് ഉരുകി വീഴാതെ അതിങ്ങനെ തെറിച്ച് വീണു. അതിൽ നോക്കുമ്പോൾ അത് ഹാർട്ടിൻ്റെ ഷേപ്പായിരുന്നു. അപ്പോൾ എനിക്ക് അതിലൂടെ മാതാവ് എന്നോട് വിമല ഹൃദയത്തോട് ഒരുപാട് അടുപ്പിക്കുന്നതായിട്ടും മാതാവിനോടുള്ള ഭക്തി എന്നിൽ നിന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി. അതിനുശേഷം പലപ്പോഴും പ്രാർത്ഥിക്കുന്ന മാതാവ് നീല മെഴുകുതിരിയിൽ വരാറുണ്ട്. പിന്നെ എപ്പോഴും മുല്ലപ്പൂവിൻ്റെ ഒരു ഷേപ്പ് അതിൻ്റെ വക്കീലായിട്ട് എപ്പോഴും വരാറുണ്ട്. ഇപ്പോഴും അതുപോലെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോഴും എന്തെങ്കിലും ഒരു മുല്ലപ്പൂവിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ മാതാവിൻ്റെ പ്രാർത്ഥിക്കുന്ന രൂപവും എപ്പോഴും വരാറുണ്ട്. അതെനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം കൂടുതൽ അറിയാനും എൻ്റെ വിശ്വാസം ആഴപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രങ്ങൾ വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. എനിക്ക് പഠിക്കുന്ന കാലത്ത് ഹിന്ദിക്കാർ കൂടെയുള്ളത് കൊണ്ട് തന്നെ ഹിന്ദി പത്രങ്ങളും ബംഗാളി പത്രങ്ങളാണ് ഞാൻ വാങ്ങിക്കൊണ്ടുപോകാറ്. അവരോട് ഹിന്ദിയിലും സംസാരിച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വിശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ആർക്കെങ്കിലും ഭക്ഷണം എന്ത് ആവശ്യം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും വന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ ആരോടും നോ പറയാറില്ല. അവർക്ക് പറ്റുന്ന സഹായം ഭക്ഷണം കൊടുക്കുകയും അതുപോലെ വസ്ത്രമില്ലാതെ ആളുകൾ ചോദിക്കുമ്പോൾ അവർക്ക് പൈസ കൊടുത്ത് വസ്ത്രം വാങ്ങാനായിട്ട് സഹായിക്കാറുണ്ട്. അതുപോലെ വൃദ്ധസദനങ്ങളിൽ പോയിട്ട് എല്ലാ മാസവും ഫ്രീ ആയിട്ട് അവരെ ശുശ്രൂഷിച്ച് അവർക്ക് മരുന്ന് എഴുതി കൊടുക്കുക. അതുപോലെ എല്ലാ മാസവും പാലിയേറ്റീവ് യൂണിറ്റിലേക്കും വൃദ്ധസദനത്തിലേക്കും സാമ്പത്തിക സഹായം ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ആത്മീയ ജീവിതം എല്ലാ ദിവസവും കുർബാന കാണും കുടുംബമായിട്ട്. അതുപോലെ 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കും. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന, ജപമാല, അതുപോലെ പിന്നെ മെഴുകുതിരി കത്തിച്ചുള്ള പ്രാർത്ഥനകളെല്ലാം ഉണ്ട്. ഈ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും രോഗം വരുമ്പോൾ നമുക്ക് ഉടനെ തന്നെ തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ, അത് ഉടനെ ഡോക്ടറോട് വിളിച്ച് ചോദിക്കുന്ന ഫ്രണ്ട്സിനോട് വിളിച്ച് ചോദിക്കാതെ ആദ്യമേ തൈലം തേച്ച് പുരട്ടി അങ്ങനെ ഒരു വലിയൊരു ശക്തി, നമുക്കൊരു പ്രതീക്ഷ എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ആ സമയത്ത് തന്നെ കൂടാൻ പറ്റിയില്ലെങ്കിലും പോകുകയും വഴികുകയും ചെയ്യുന്ന സമയം കിട്ടുമ്പോൾ വൈകിട്ടായിട്ടും അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും കൂടാറുണ്ട്. ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടാറുണ്ട്. ബൈബിൾ അരമണിക്കൂറെങ്കിലും വായിക്കാറുണ്ട്. അതിലൂടെ ഒരുപാട് വ്യത്യാസം അനുദിന ജീവിതത്തിൽ വിശ്വാസത്തിൽ മുന്നേറാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. എല്ലാം തന്ന ദൈവത്തിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം നൽകുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. സങ്കീർത്തനം 1:3 കൃപാസനം ഉടമ്പടിയിൽ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്നവർ വൃക്ഷം പോലെ ദൈവകൃപയിൽ ശക്തി പ്രാപിക്കുന്നവരായിട്ടാണ് നാം ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കുന്ന സമയത്തും നമ്മെ പോഷിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. തക്ക സമയത്ത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും ആത്മീയ ഫലങ്ങളും വിരിവിപ്പിക്കുന്ന ഒരു ദൈവം. ഡോക്ടർ ഡെസ്മൻ എന്ന സഹോദരൻ്റെ സാക്ഷ്യത്തിൽ ബീയിങ് എ ഡോക്ടറായിരിക്കെ മകൻ ഐസിയുവിലായിരുന്നപ്പോൾ കൂട്ടുകാരോട് ചോദിച്ചു, പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഫോൺ വിളിച്ചത്. പക്ഷേ പല കൂട്ടുകാരും പറഞ്ഞത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക എന്നാണ്. അങ്ങനെ ഡോക്ടർ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മകൻ ഐസിയുവിൽ നിന്ന് ഡിസ്ചാർജായി. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു. അന്ന് മുതൽ ഇന്ന് വരെ ഉടമ്പടിയിൽ ഇന്ന് 3ാമത്തെ പുതുക്കൽ കഴിഞ്ഞ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ സാക്ഷിയായിട്ട്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഇന്ന് ഡോക്ടർ വന്നിരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞതുപോലെ കാലിൻ്റെ കുഴ തെറ്റി ഡോക്ടർ പറഞ്ഞത് സർജറി ചെയ്യണമെന്നാണ്. പക്ഷെങ്കിൽ ഡോക്ടർ തൈലം തേച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഡോക്ടറിന് ഒരു ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഉൾപ്രേരണയാണ്. ഡോക്ടർ ആക്ച്വലി ENT ഡോക്ടറാണ്. ഓർത്തോയെ പറ്റി അധികം നോളജില്ല എങ്കിലും ഉള്ളിൽ നിന്ന് വന്ന ഉൾപ്രേരണയോട് കൂടി കിടന്നപ്പോൾ പരിശുദ്ധാമ്മ പറഞ്ഞു കൊടുക്കുന്നത് പോലെ കമിഴ്ന്ന് കിടന്ന് മുട്ട് മടക്കുവാനായിട്ടാണ് ഈ ഡോക്ടറിന് ഒരു പ്രചോദനം ലഭിച്ചത്. അതിന് പ്രകാരം ഡോക്ടർ ചെയ്യുകയും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്
ഇന്ന് വരെ ഒരു കുഴപ്പവുമില്ല. ആ ടെക്നിക്ക് അമ്മ തന്നെയാണ് പഠിപ്പിച്ചു തന്നതെന്നാണ് ഡോക്ടർ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ജോലി സ്ഥലത്തുണ്ടായിരുന്ന തടസ്സങ്ങളാണ്. അവിടെയെല്ലാം ഡോക്ടർ പറയുന്നത് ആരോ എന്നെ ചെയ്യിപ്പിക്കുന്നു എന്നാണ്. സമയച്ചുരുക്കത്തിൽ സർജറിയൊക്കെ ചെയ്യുവാൻ സാധിക്കുന്നു. പല കാര്യങ്ങളും പല വർഷങ്ങൾക്ക് മുൻപേ പഠിച്ചതാണ്. പക്ഷെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ടെല്ലാം ഓർമ്മയിൽപ്പെടുത്തുന്നു. അത് പുതിയ ടെക്നിക്സുകൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ധൈര്യപൂർവ്വം സർജറി ചെയ്യുവാൻ സാധിക്കുന്നു. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോയുടെ അമ്മയുടെ സാന്നിധ്യത്തിലൂടെയാണ്. സമയചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെ സർജറികളൊക്കെ പെട്ടെന്ന് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവാനായിട്ട് സാധിക്കുന്നു എന്നാണ് ഡോക്ടർ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമുള്ളപ്പോൾ ഈ ഡോക്ടർ ജോലിക്ക് പോകുമ്പോഴും തൈലം തേച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ രോഗികളോടും ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ മാതാവിൻ്റെ ഇടപെടൽ തന്നെയാണ് മറ്റുള്ളവരോട് ഇടപെടുവാൻ സാധിക്കുകയും അവിടെയൊക്കെ ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുകയും ചെയ്തത്. പിന്നീട് ഡോക്ടർ പറഞ്ഞ വയറിളക്കം എന്തസുഖം വന്നാലും ഉടമ്പടി തൈലം തേച്ച്, ആദ്യമൊക്കെ നേരത്തെ ഡോക്ടർ പോകുന്നത് മരുന്ന് കഴിക്കാനായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ ആദ്യം എടുക്കുന്നത് ഉടമ്പടി തൈലം എന്നാണ്. ബീങ് എ ഡോക്ടർ നമുക്കറിയാം, ഡോക്ടേഴ്സ് ആദ്യം പോകുന്ന മരുന്നിന് വേണ്ടി പ്രൊഫഷണലാണ്. പക്ഷെങ്കിൽ ഇപ്പോഴും ഉടമ്പടി എടുത്തതിന് ശേഷം ഡോക്ടർ തന്നെയാണ് അത് വെളിപ്പെടുത്തുന്നത്. ഞാൻ ആദ്യമൊക്കെ മരുന്നെടുക്കാൻ മരുന്ന് തേടി പോകുമായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ ഉടമ്പടി തൈലമാണ് എൻ്റെ മരുന്നെന്നാണ്. വീട്ടിൽ പ്രാണികളുടെ ശല്യമുണ്ടായിരുന്നു. അവിടെയും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതൊക്കെ അപ്രത്യക്ഷമാവുകയാണ്. ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമ്പോൾ മെഴുകുതിരിയിൽ പോലും പ്രത്യക്ഷമാവുകയാണ്. ഹാർട്ടിൻ്റെ രൂപത്തിലും മുല്ലപ്പൂവിൻ്റെ ഷേപ്പിലുമൊക്കെ അമ്മ നമ്മളോട് കൂടി ഉണ്ട് എന്നുള്ളൊരു ദൈവ സാന്നിധ്യം, അമ്മയുടെ സാന്നിധ്യമാണ് നമുക്ക് രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥനയിലൂടെ ആ മെഴുകുതിരിയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പത്രങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഡോക്ടർ ഒരു സ്പെഷ്യലായിട്ട് ചെയ്യണത് മലയാളികൾക്ക് മാത്രമല്ല, ഇവിടെ പുറത്തുനിന്ന് വരുന്ന ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക്, അതായത് ബംഗാളിയും ഹിന്ദിയും ഒക്കെ സംസാരിക്കുന്ന വ്യക്തികൾക്കായിട്ട് ബംഗാളി പത്രവും ഹിന്ദി പത്രവും കൃപാസനം പത്രം മേടിച്ച് അവരോടെല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുമെന്നാണ്. അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ തീഷ്ണത വെറും മലയാളികൾക്ക് മാത്രമല്ല, മറ്റുള്ളവരുടെ കൃപാസനം അമ്മയെപ്പറ്റി അറിയണം, ഈശോയെപ്പറ്റി, ആ ദൈവസ്നേഹത്തെ അടുത്തറിയണമെന്നുള്ള ആഗ്രഹത്തോടെ തീഷ്ണതയോടെയാണ് ഡോക്ടർ ബംഗാളി പത്രവും കൃപാസന പേപ്പറും ഹിന്ദി കൃപാസന പത്രവും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. പിന്നീട് കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് ഫ്രീ ആയിട്ട് പരിശോധനയും വൃദ്ധസാധനത്തിലും പാലിയേറ്റീവ് കെയർ സെൻറ്ററിലൊക്കെ വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ടവിധ സഹായം ചെയ്യുന്നതൊക്കെ ഡോക്ടർ സമയമില്ലെങ്കിൽ പോലും സമയം കണ്ടെത്തി കാരുണ്യ പ്രവർത്തികൾ ഉടമ്പടി നിബന്ധനകൾ പ്രകാരം കാരുണ്യ പ്രവർത്തികളും സ്റ്റാറ്റസ് നോക്കാതെ പത്രം വിതരണം ചെയ്യുന്നത്, അതായത് ബംഗാളികളുടെ ഇടയിലേക്കും ഹിന്ദി സാധാരണ തൊഴിലാളികളുടെ ഇടയിലേക്കാണ് ഡോക്ടർ ബംഗാളി പത്രമായിട്ടും ഹിന്ദി പത്രമൊക്കെ പിടിച്ചുകൊണ്ട് ആ ദൈവസ്നേഹത്തെ അടുത്തറിഞ്ഞ ആ സ്നേഹത്തെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് അറിയാത്തവരെ അറിയിക്കുവാനായിട്ട് ഡോക്ടർ തിരിയുന്നത്. ജോലിയിൽ ബിസിയാണ് എങ്കിലും ആ ഷെഡ്യൂള് മതിമറന്ന് അതെല്ലാം അതിലൊക്കെ കൂടുതൽ ഈ കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ സമയം കണ്ടെത്തുന്നു എന്നതാണ് ഒരു വലിയൊരു കാര്യം. തന്നെയുമല്ല ആത്മീയ ജീവിതത്തിലും കൂടുതൽ പ്രാധാന്യം തന്നെയാണ് കുർബാനയും കുമ്പസാരവും ബൈബിൾ വായനയും കുടുംബ പ്രാർത്ഥനയും ജപമാലയും എല്ലാം ബൈബിൾ വായനയൊക്കെ എല്ലാം കൃത്യമായിട്ട് തന്നെയാണ് ഡോക്ടർ ഫോളോ ചെയ്യണത്. ചൊവ്വാഴ്ചത്തെ ധ്യാനവും ഡെയിലി ബ്രെഡും എല്ലാം അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യവും കരുണയും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഡോക്ടർ പറയുന്നത് ഉടമ്പടിയിൽ വന്നതിന് ശേഷം ആരോ കൂടെ ഉണ്ട് എന്നുള്ള ഒരു പ്രസൻസാണ് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. ആ പ്രസൻസാണ്, ആ സാന്നിധ്യമാണ് എനിക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുന്നത്, വചനം പറയുന്നത് പോലെ നീർച്ചാലിനരികെ നട്ടത് യഥാകാലം ഫലം തരുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതം, ഉടമ്പടി മക്കളുടെ ജീവിതം നമ്മളിപ്പോൾ നീർച്ചാലിനരികെ നട്ട ഒരു വൃക്ഷം പോലെയാണ്. ഫലം നൽകുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ. വരണ്ട ദിവസങ്ങളിൽ പച്ചപ്പ് കാണാവുന്ന ഒരു പ്രതീക്ഷ നൽകാവുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു എന്നാണ് സങ്കീർത്തനം 1:3 പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ആ നീർച്ചാലിനരികെ നട്ട വൃക്ഷം പോലെ ആകുവാനുള്ള, ഇല കൊഴിയാതെ വൃക്ഷം പോലെ ആകുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രവൃത്തികളെ സഫലമാക്കുവാനും ഈശോയോടും അമ്മയോടും നമുക്ക് യാചിക്കാം.
ഡോക്ടർ ദസ്മനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.